ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഫതാവയിൽ പറഞ്ഞ ഒരു വചനം ഈ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ഊന്നി മനസ്സിലാക്കേണ്ടതാണ്. എന്താ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത്? വ അസ്ലുൽ ഇസ്ലാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. വ അസ്ലുൽ ഇസ്ലാം, എന്താ അസ്ലുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ബേസ്മെൻറ്റ്, അടിസ്ഥാനം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹാണ് ഇസ്ലാമിൻ്റെ അസ്ൽ, അടിസ്ഥാനം. ഫമൻ ത്വലബ ബിഇബാദതിഹി അർരിയാഅ വസുംഅ ഫലം യുഹഖിഖ് ഷഹാദത അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫമൻ ത്വലബ ബിഇബാദതി, ഒരാൾ തൻ്റെ ഇബാദത്തിലൂടെ തേടുന്നത് റിയ, ലോകമാന്യതയാണ്, വസുംഅ, പ്രശസ്തിയാണ് എങ്കിൽ ഫലം യുഹഖിഖ് ഷഹാദത അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനൊരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷാത്കരിച്ചിട്ടില്ല. അവനൊരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷാത്കരിച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷാത്കരിച്ചവനാകാൻ റിയാ പാടില്ല, ലോകമാന്യത പാടില്ല, സുംഅത്ത് കേളിയും പാടില്ല, പ്രശസ്തിയും പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷാത്കരിക്കാൻ എന്താ വേണ്ടത്? ഇഖ്ലാസാണ് വേണ്ടത്. അതാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇഖ്ലാസ് ഉള്ളവന് റിയാ ഉണ്ടാവില്ല, ഇഖ്ലാസ് ഉള്ളവന് സുംഅത്തും ഉണ്ടാവില്ല. അവൻ പ്രശസ്തിക്കും പേരെടുക്കാനും ലോകമാന്യതയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യൂല എന്നർത്ഥം. മനസ്സിലായ? അത്